താരസംഘടനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് മുൻ ഭാരവാഹിയും നടനും നിർമ്മാതാവുമായ മണിയമ്പള രാജു സംഘടനയിൽ ആദ്യം അംഗത്വം സ്വീകരിച്ചതിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. സംഘടനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ കാണുമ്പോൾ സങ്കടമുണ്ടെന്നും ന്യൂജൻ കാലമായതുകൊണ്ട് ഒന്നും പറയാൻ താല്പര്യമില്ലെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. സിനിമാ അഭിനേതാക്കളുമായി ഒരു സംഘടന തുടങ്ങണമെന്ന് എന്നോടും ഗണേഷ് കുമാറിനോടും ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപിയാണ്. സംഘടനയ്ക്കുള്ള ആദ്യത്തെ ഫണ്ടായ 50,000 രൂപ തന്നതും സുരേഷ് ഗോപിയാണ്. ഞാൻ 10,000 രൂപ ഇട്ടു, ഗണേഷും ഇട്ടു. ശേഷം ഞങ്ങൾ ഇവിടെ വന്ന് കണ്ണൂരിൽ വരെയുള്ള എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനും പോയി അഭിനേതാക്കളോട് സംഘടനയെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി. അങ്ങനെ 1994 തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. 85 താരങ്ങൾ അന്ന് പങ്കെടുത്തു. മമ്മൂട്ടി, മോഹൻലാലും ഒന്നും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. മുരളിയാണ് അമ്മ എന്ന പേരിട്ടത്. പേരിട്ടതിന് ശേഷം ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തു. അന്നും ഒരുപാട് താരങ്ങളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. 100-ൽ കൂടുതൽ പേർ വന്നു. തൈക്കാടായിരുന്നു ആദ്യം അമ്മയുടെ ഓഫീസ്. അംഗത്വ നമ്പർ ആദ്യം സുരേഷ് ഗോപിയാണ്. ഞാൻ 18 കൊല്ലം അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. 2 കൊല്ലം വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1994 സംഘടനയിലെ അംഗങ്ങൾ ചേർന്ന് ഷോ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഗാന്ധിമതി ബാലൻ ഫണ്ട് നൽകി. അങ്ങനെയാണ് ആദ്യമായി സംഘടനയ്ക്ക് വലിയൊരു ഫണ്ട് ലഭിക്കുന്നത്. സംഘടനയുടെ നിലനിൽപ്പും ആ ഫണ്ടിൻ്റെ സഹായം കൊണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഓഫീസിൽ വെക്കേണ്ടത് ഗാന്ധിമതി ബാലൻ്റെ ഫോട്ടോയാണ്. അന്ന് പ്രസിഡന്റ് എം.ജി. സോമനും സെക്രട്ടറി ടി.പി. മാധവനുമായിരുന്നു. അമ്മ സംഘടന ഒരു സിനിമ എടുക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ആദ്യം എല്ലാവരും എതിരായിരുന്നു. എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് 2020 സിനിമയുണ്ടായത്. അതുവഴി 2 കോടി രൂപ സംഘടനയ്ക്ക് കിട്ടി. 120ഓളം പേർക്ക് 5,000 രൂപ വീതം സംഘടന എല്ലാ മാസവും കൈനീട്ടം നൽകുന്നുണ്ട്. 100ഓളം പേർക്ക് മരുന്ന് എത്തിക്കുന്നുമുണ്ട്. സിനിമയില്ലാത്ത അവശരായ പല കലാകാരന്മാരും സംഘടന ഉപകാരപ്രദമുണ്ടാകുന്നുണ്ട്. സംഘടനയ്ക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളിൽ ഭയങ്കരമായ പ്രയാസം തനിക്കും മോഹൻലാലിനുമുണ്ട്. മോഹൻലാലൊക്കെ എത്രയും രാത്രിയും പകലുമില്ലാതെ പ്രാക്ടീസ് ചെയ്താണ് അമ്മയ്ക്ക് വേണ്ടി പല ഷോകളും ചെയ്തതും ഫണ്ട് ഉണ്ടാക്കിക്കൊടുത്തതും ബിൽഡിംഗ് ഉണ്ടാക്കുവാൻ സഹായിച്ചതുമെല്ലാം. വിഷമമുണ്ടെങ്കിലും പ്രതികരിക്കുന്നില്ല. ന്യൂജൻ കാലത്താണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുന്നില്ല. ഞാൻ കൈനീട്ടം വാങ്ങുന്നില്ല. സംഘടനയിൽ നിന്ന് പോകരുതെന്ന് ആഗ്രഹമുണ്ട്. ടാർഗറ്റോടെ വന്ന് സംഘടനയെ തകർക്കാൻ നോക്കിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. മോഹൻലാലിൻ്റെ സങ്കടം അവകാശകലാകാരന്മാർക്ക് കിട്ടുന്ന സഹായങ്ങളിൽ നിന്ന് പോകുമോ എന്നതാണ്. അമ്മ നശിക്കുന്നതും അദ്ദേഹത്തിന് ഇഷ്ടമല്ല.